ഹലോ ഗായ്സ്, നമുക്കൊന്ന് സിമ്പിളായിട്ട് ഒരുങ്ങിയാലോ? യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ ഇതുപോലത്തെ വീഡിയോസൊന്നും ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീയാണ്. കോളേജിൽ ഇന്ന് ഫെയർവെൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഒരു സ്പെഷ്യൽ കൂടെ ഉണ്ട്. പിന്നെ ഞാനങ്ങനെ ഒരുപാട് മേക്കപ്പ് ഇഷ്ടപ്പെടുന്ന ആളുമല്ല, ഒരുപാട് മേക്കപ്പ് ചെയ്യാൻ വലിയ താല്പര്യമില്ല. എപ്പോഴും മോയ്സ്ചറൈസറും സൺസ്ക്രീനും സ്ഥിരമായിട്ട് യൂസ് ചെയ്യും എന്നല്ലാണ്ട് വേറെ അഡീഷണലായിട്ട് ഓരോന്നും ഞാൻ അങ്ങനെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തത് കാശിക്കൂട്ടനതാ ഞാൻ എന്താ എടുക്കുന്നത് എന്താ തേക്കുന്നത് നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെ മോയ്സ്ചറൈസർ ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ഒരു 2-3 ഇയർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സൺസ്ക്രീൻ ആണെങ്കിൽ നേച്ചേഴ്സിൻ്റെ സൺസ്ക്രീന് 75 റുപ്പീസ് അതിന് വരുന്നുള്ളൂ. പക്ഷേ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റാണിപ്പോൾ ഇത്. കാരണം ഞാൻ ഇതുവരെ യൂസ് ചെയ്ത സൺസ്ക്രീനിൽ എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയത്, ഇതിന് മുന്നേ യൂസ് ചെയ്തതൊക്കെ ചിലത് വൈറ്റ് കാസ്റ്റ് ചെയ്യും, ചിലത് മുഖത്തിട്ട് കഴിയുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഡാർക്ക് ഫീല് തോന്നും. പക്ഷേ ഇതിപ്പോൾ ഞാൻ എൻ്റെ 5ാമത്തെ ട്യൂബാണ്, ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് തേക്കാണ്ട് ഞാനിപ്പോൾ പുറത്ത് ഇറങ്ങാറേ ഇല്ല. പിന്നെ ഞാൻ യാഡ്ലിൻ്റെ പൗഡർ കുറച്ച് മുഖത്തിട്ടു. പിന്നെതാ മെബിലൈൻ്റെയാണ് കണ്ണെഴുതി. ഈ കണ്ണെഴുതുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഈ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഐലൈനറൊക്കെ വെച്ചിട്ട് ഭയങ്കര എന്താ പറയുക, കഥകളി സ്റ്റൈലിലൊക്കെ കണ്ണെഴുതിയിരുന്നു. അത് അന്ന് ഭയങ്കര ട്രെൻഡായി നിൽക്കുന്ന സമയം കൂടിയായിരുന്നു. അതുമല്ല, എപ്പോഴും കണ്ണെഴുതുന്ന ഒരാൾ കണ്ണെഴുതാണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു വിഷമല്ല പോലെയൊക്കെ തോന്നുമല്ലോ. അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് എപ്പോഴും ചോദിക്കുമായിരുന്നു, നിനക്കെന്താ സുഖമില്ലേ, നിനക്കെന്താ പനിയാണോ, കരഞ്ഞോ, അങ്ങനെ 100 ചോദ്യങ്ങൾ ഉണ്ടാകുന്നതിനോട് എപ്പോഴും ഞാൻ കണ്ണെഴുതാണ്ട് കോളേജിലൊന്നും പോവാറില്ല. പിന്നെ വെഡ്ഡിങ് റിങ് ഇട്ടു. ഈ വാച്ച് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു കൊല്ലമായി എൻ്റെ കയ്യിൽ. പിന്നെ കാശിക്ക് ഈ ഹെയർ ഡ്രയർ ഭയങ്കര പേടിയാട്ടോ. അപ്പം ഞാൻ അത് പേടിപ്പിച്ചപ്പോൾ ഓടി ഓട്ടപ്പ കണ്ടത്. പിന്നെ മുടി ഉണക്കി. പിന്നെ ഒരു ഫംഗ്ഷൻ അല്ലേന്ന് വിചാരിച്ച് ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് തൊട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ ലിപ്സ്റ്റിക്ക് ഇട്ടു. ഇത് ആക്ച്വലി ലിപ്സ്റ്റിക്ക് അല്ല, ലിപ് ക്രീമാണ്. പക്ഷേ ഇത് തേച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റേ ലിപ്പിൽ നിൽക്കുള്ളൂ, വേഗം പോയി പോകും. പിന്നെ മുടി കെട്ടി. പിന്നെ ഒരു കുഞ്ഞു പൊട്ട്. ഈ ഡ്രസ്സ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന്. നല്ല ഡ്രസ്സാണ്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്.